എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കടും പായസം, നെയ് പായസം എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നവരാത്രി സ്പെഷ്യൽ പായസമാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. എല്ലാവർക്കും നവരാത്രിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ടേസ്റ്റി ആയിട്ടുള്ള നവരാത്രി സ്പെഷ്യൽ റെസിപ്പി തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഒരു കപ്പ് അളവിൽ പുഴുക്കലരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു കപ്പ് അളവിൽ പുഴുക്കലരി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാനുള്ള ഒരു പായസം കാണും. ഇനി ഇത് നമുക്കൊന്ന് കഴുകി 1 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം. കഴുകിയ ശേഷം 1 മണിക്കൂറോളം ഈ പുഴുക്കലരി ഞാനൊന്ന് കുതിർത്ത് വെച്ചിരുന്നു. അതിനുശേഷം അരിപ്പയിലൂടെ ഇതുപോലെ വെള്ളം ഒന്ന് വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് വാല വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഈ നെയ് പായസത്തിന് ആവശ്യമായിട്ടുള്ള മധുരമാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തു വെച്ചേക്കുന്നത്. 1/2 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ കളറിനനുസരിച്ചിട്ടാണ് നമ്മുടെ പായസം റെഡിയായി വരുമ്പോൾ ആ ഒരു കളറ് കിട്ടുന്നത്. ഇനി ഞാൻ ഈ ശർക്കരയുടെ പീസുകളെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരകിയതോടെ ആവശ്യമുണ്ട്. ഞാൻ അരിയെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകി എടുക്കുമ്പോൾ നല്ല പൊടിയായിട്ടുള്ള തേങ്ങ ചിരകിയത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ആദ്യം നമുക്ക് ഈ എടുത്തു വെച്ചിരുന്ന ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയുടെ കഷ്ണങ്ങളെല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് കിട്ടും. 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയുടെ പീസുകളെല്ലാം ഒന്ന് ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ശർക്കരയൊക്കെ ഉരുക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ശർക്കര അരിച്ചൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ പാനിലോട്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ് പായസം അഥവാ കടുപ്പായസമാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അത്യാവശ്യം നെയ്യൊക്കെ ചേർത്തിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഈ നെയ്യിലോട്ട് നമ്മൾ കഴുകി വാല വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ആ നെയ്യുമായിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേഞ്ചസ് വരുത്തി തന്നെ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ കൂടുതൽ ചേർത്താലും കുറേ കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടത്തേ ഉള്ളൂ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 2-3 മിനിറ്റ് ഞാൻ അരിയും നെയ്യും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് ഞാൻ ആ നെയ്യുമായിട്ട് ആ പുഴുക്കലരി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് അരി എടുത്തത് കൊണ്ട് അതിനിരട്ടിയായിട്ടുള്ള 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടും. 1 മണിക്കൂർ ഒന്ന് കുതിർത്തതായതുകൊണ്ട് വേഗത്തിൽ വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഇത് വേകുന്നതിന് കുറച്ചും കൂടെ സമയം കൂടുതൽ എടുക്കുമല്ലോ. അടച്ചു വെച്ച് അരി ഒരു 3/4% വേവാകണം. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് നിൽക്കില്ല. ഒരു 3/4% വേഗാകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അരി ഇപ്പോൾ ഒരു 3/4% വേവായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്ത് ബാക്കിയുള്ള അരി വേകുന്നത് ഇനി ഈ ശർക്കര പാനിയിലാവണം. ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് വറ്റിച്ചെടുക്കുന്നത് വരെ ആക്കിയെടുക്കേണ്ടതുണ്ട്. ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. തേങ്ങാപ്പാൽ എടുക്കുകയോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടുപ്പായസ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ശർക്കര കുറച്ചൊന്ന് വറ്റി വന്നപ്പോഴത്തേക്കിന് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും ശർക്കര പാനിയും അരിയും കൂടി ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് വരട്ടിയെടുക്കണം. ആ ശർക്കര പാനിയുടെ എല്ലാം തേങ്ങയിലും കൂടെ പിടിച്ച് കിട്ടേണ്ടത് കൊണ്ട് ഒരു പകുതി ആകുമ്പോൾ തന്നെ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇളക്കി കൊടുത്ത് വീണ്ടും കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് വരണ്ട് കിട്ടുന്ന ഒരു പരുവമുണ്ടല്ലോ, നല്ല രീതിയിൽ വരട്ടിയെടുക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് ആകേണ്ടതുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വരണ്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വരട്ടിയെടുക്കുകയാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നെയ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടെ ഗീ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്താൽ നമ്മൾ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും നമുക്ക്. ഇന്നത്തെ ഈ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം.
ഈ ഒരു റെസിപ്പി കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.